സുഹൃത്തുക്കളെ, വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ഒരു സംഗീത സായാഹ്നത്തെക്കുറിച്ചും വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ പുസ്തകം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. സ്വയം അഭിമുഖീകരിക്കുവാനും സ്വയം തിരിച്ചറിയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ ഒരു സമാഹാരമാണ് സാക്ഷിപദം എന്ന പേരിലുള്ള ഈ പുസ്തകം. ധ്യാൻ ദർപ്പണാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ധ്യാൻ ദർപ്പണിൻ്റെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഷോയുടെ പ്രധാനപ്പെട്ട കുറേയധികം പുസ്തകങ്ങളുടെ പരിഭാഷയും ധ്യാൻ ദർപ്പൺ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകതകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഫെബ്രുവരി 28 ശനിയാഴ്ച പറവട്ടാനിയിലുള്ള അഞ്ചനം നാലുകെട്ടിൽ വെച്ചാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത്. വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് പറയാൻ കാരണം പ്രധാനമായിട്ടും പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ സംഗീതസാന്ദ്രമായ ഒരു ധ്യാനാന്തരീക്ഷം ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത്. ധ്യാൻ ദർപ്പൺ 4 പുസ്തകങ്ങൾ രചിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ഒട്ടേറെ പേർക്ക് തൻ്റെ പുല്ലാങ്കുഴൽ പരിശീലനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു പുല്ലാങ്കുഴൽ വാദനത്തിൻ്റെ ആളാണ് ധ്യാൻ ദർപ്പൺ. ധ്യാൻ ദർപ്പൻ്റെ ബാംസുരി വാദനവും അതുപോലെ തന്നെ രത്നശ്രീ അയ്യരുടെ തബലയും ചേർന്ന ഒരു വിശേഷപ്പെട്ട ഒരു സംഗീത പരിപാടി ഈ പുസ്തക പ്രകാശനത്തോടൊപ്പം ഈ പറയുന്ന സ്ഥലത്ത് നടക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഈ ഇത് പ്രസാദനം ചെയ്തിരിക്കുന്നത് വിങ്സ് ഓഫ് വേവ്സ് ആണ്. നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടായിരിക്കണമെന്നില്ല വിങ്സ് ഓഫ് വേവ്സ് എന്ന പ്രസാധക സംഘത്തെക്കുറിച്ച്. ആ സംഘത്തിൻ്റെ 3ാമത്തെ പുസ്തകമാണിത്. വിങ്സ് ഓഫ് വേവ്സ് നാലാമത്തെ പുസ്തകമാണിത്. ധ്യാൻ ദർപ്പൺ ഇതിനു മുമ്പ് എഴുതിയ ഒരു പുസ്തകം കേദാർനാഥിലെ കാക്കകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. കേദാർനാഥിലെ കാക്കകൾ. ആ പുസ്തകത്തിന് വന്ന ട്രാൻസ്ലേഷൻ ക്രോസ് ഓഫ് കേദാർനാഥ് എന്ന് പറയുന്ന പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി ഈ വിങ്സ് ഓഫ് വേവ്സിനെ കുറിച്ച് 2 വാക്ക് ധീരജ് സംസാരിക്കും. നമസ്കാരം. ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട് ധ്യാനത്തിൻ്റെ മേഖലയിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഓഷോ മെഡിറ്റേഷൻ ക്യാമ്പ്സ് കേരളത്തിൽ കണ്ടക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓഷോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധ്യാനവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഉൾക്കാഴ്ചകൾ കൊടുക്കുന്ന കുറച്ചുകൂടി കണ്ടംപററി ആയിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ കാണാനിടയായി. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വിങ്സ് ഓഫ് വേവ്സ് എന്ന പബ്ലിക്കേഷൻസിന് തുടക്കം കുറിച്ചത്. ആദ്യത്തെ പുസ്തകം തന്നെ ധ്യാൻ ദർപ്പൺജിയുടെ ഇറങ്ങിപ്പോക്കുകൾ എന്ന ഒരു പുസ്തകം ആയിരുന്നു. അത് അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായെന്ന് കണ്ടപ്പോൾ പതുക്കെ അടുത്തടുത്ത സ്റ്റേജിലേക്ക് കിടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്മാത്മ എന്ന് പറയുന്ന ഒരു ഇംപ്രിന്റ് കൂടി തുടങ്ങി. ഇപ്പം ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന ബാക്കി കോപ്പി ഞങ്ങളുടെ കയ്യിലില്ല. അതിനുശേഷം ഇറക്കിയ ഒരു ബുക്ക്, ഒരു കവിതാ സമാഹാരം, സ്മാത്മയുടെ ആദ്യത്തെ ബുക്കായ എവരിബഡി ലവ്സ് എ ഗുഡ് ലോൺലിനെസ് റിട്ടൺ ബൈ നൺ അതർ ദാൻ ശ്രീജാരാമൻ. ഇതായിരുന്നു ഞങ്ങളുടെ സ്വാത്മയുടെ ആദ്യത്തെ ബുക്ക്. അത് കഴിഞ്ഞ് സ്വാത്മയിൽ ഇറങ്ങിയ 2ാമത്തെ ബുക്കാണ് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്ന ഈ സാക്ഷിപദം എന്ന ഉണർവിലേക്കുള്ള പടവുകൾ എന്ന ദർപ്പൺജിയുടെ പ്രശസ്തമായ ആ ബ്ലോഗിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പുസ്തകം. ധ്യാനത്തിൻ്റെ ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില മാർഗതടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ
ചില ഉൾക്കാഴ്ചകളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ മറികടക്കാൻ ഓരോ വായനക്കാരനെ സഹായിക്കുന്ന ഒരുപാട് ആഴമേറിയ ചില പോയിന്റ്സുകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഈവൻ ഇഫ് യു ആർ നോട്ട് എ മെഡിറ്റേറ്റർ, നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്ന കുറേ ഉൾക്കാഴ്ചകളുള്ള ഒരു പുസ്തകം ആണ്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് ലിംസ് ഓഫ് വേവ്സിന്റെ തന്നെ ഇറക്കിയിട്ടുള്ള ക്രോസ് ഓഫ് കേദാർ മാഷ് പറഞ്ഞ പോലെ കേദാർനാഥിലെ കാക്കകൾ എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ക്രോസ് ഓഫ് കേദാർനാഥ് എന്ന പുസ്തകമാണ്. ഒരു യാത്ര അതൊരു പിൽഗ്രിമേജ് ആവുന്നത് നമ്മൾ യാത്രക്കാരൻ യാത്ര ആരംഭിച്ച അവസ്ഥയിൽ നിന്ന് ഈ ലക്ഷ്യസ്ഥാനത്തെ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഒരു വേവ് ലെങ്ത്തുമായിട്ട് ഹാർമോണിയസ് ആകുമ്പോൾ മാത്രമേ യാത്ര സംഭവിച്ചിട്ടുള്ളൂ. അല്ലാത്തൊരു തലത്തിൽ നമ്മളൊരു ഫിസിക്കലി ഒന്ന് ഇവിടെ നിന്ന് അവിടെ എത്തി എന്നേ ഉള്ളൂ. ഫിസിക്കലി മാത്രമല്ല, മെന്റലി ആൻഡ് സ്പിരിച്വലി നിങ്ങൾ അവിടെ എത്തുന്നത് ഈ യാത്രക്കിടയിൽ സംഭവിക്കുന്ന കുറെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സസിലൂടെ കൂടി കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ മാത്രമേ അതൊരു ആത്മീയ യാത്രയായി മാറും. അപ്പോൾ ഒരു സാധാരണ യാത്രയെ ഒരു പിൽഗ്രിമേജ്, ഒരു ആത്മീയമായ ഒരു പരിവർത്തനത്തിന്റെ പ്രക്രിയയാക്കി മാറ്റുന്ന അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫുട് നോട്ട് എന്ന രീതിയിൽ നമ്മൾ ഇറക്കിയതാണ് ഈ പുസ്തകം. അങ്ങനെ നോക്കുകയാണെങ്കിൽ യാത്രകളുടെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരു ആത്മീയ യാത്ര എന്ന പ്യൂരിഫിക്കേഷൻ പ്രോസസ് എന്ന സെൻസിലൂടെ വളരെ വിരലുണ്ടാവുന്ന പുസ്തകങ്ങളെ ലോകത്തിറങ്ങിയിട്ടുള്ളൂ. അക്കൂട്ടത്തിൽ ഒരു പുസ്തകമാണ് ഞങ്ങൾക്ക് ക്രോസ് ഓഫ് കേദാർനാഥ് എന്ന് ഓർക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മളുടെ ഇതിന് പുറമെ നമ്മുടെ അടുത്ത വളരെ വൈകാതെ ഇറങ്ങാനിരിക്കുന്ന കുറച്ച് ബുക്സ് പൈപ്പ്ലൈനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഷോയുടെ തന്നെ ഏറ്റവും ഉറ്റ സുഹൃത്തും അദ്ദേഹത്തിന്റെ തുടക്കം തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹചാരിയുമായിരുന്ന ലാഹിറുബായി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഗുജറാത്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ഓഷോ. അപ്പോൾ ഈ ബുക്കിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ അത് റിലീസ് ചെയ്യും. ഇനി ഞങ്ങൾ പിന്നെ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ എന്ന് പറയുന്ന ശ്രീചാരവൻ തന്നെ എഴുതിയ ബുക്ക്, അതിന്റെ ഫോർത്ത് എഡിഷനാണ് ഇപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെയും ഒരു 3 ബുക്കുകൾ ഇപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. ഉമാമേശ്വരൻ സാറിന്റെ കുറച്ച് കൽപ്പാത്തി ബേസ്ഡ്, അദ്ദേഹം വളരെ ഒരു സാധാരണമായൊരു സിംഗറാണ്. അദ്ദേഹത്തിന്റെ പാട്ട് പാടാനുള്ള കഴിവിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങളെ കുറിച്ച് അതിന്റെ തീക്ഷ്ണതയും ഉൾക്കൊള്ളുന്ന വളരെ വളരെ ഡീപ്ലി മീനിങ്ഫുൾ ആയിട്ടുള്ള ചെറിയ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് കളക്ഷനാണ് ഞങ്ങൾ അടുത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും അതിന്റെ എഡിറ്റോറിയലായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ അതും ഇറക്കാൻ സാധിക്കുമെന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത്തരം ഒരു മൂവ്മെന്റിന്റെ എന്താണ്? ഈ കാലത്താണ് മനസ്സിലാവുന്നത്. ഈ കാലത്താണ് ഇതേപോലുള്ളതായ ചിന്തകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് തരത്തിലായ ആശയ കാലുഷ്യങ്ങൾ ഉണ്ടാവുന്നു. പൊതുസമൂഹത്തിനകത്ത് ഒരുപാട് വിദ്വേഷങ്ങളും വെറുപ്പും സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കുറെ കൂടി ഉള്ളിൽ നമുക്ക് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. അപ്പൊ നമ്മുടെ ഒരു ജ്ഞാനാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു ആന്തരിക പരിണാമത്തിന് പറ്റുന്ന വിധത്തിലായ പുസ്തകങ്ങളും ചിന്തകളുമാണ് ഇനി നമുക്കിവിടെ ഇതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതെല്ലാം തന്നെ ഓരോരോ രീതികളിൽ ഓരോ കക്ഷി രാഷ്ട്രീയങ്ങളും മറ്റെല്ലാം അതിന് കീറി മുറിച്ചിട്ടിരിക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് ഇതിനെയെല്ലാം ടോട്ടാലിറ്റിയിൽ കണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ ശുദ്ധീകരിച്ചെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഓഷോ പ്രണയികളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. സോൾഫുൾ ഈവ് എന്ന് പറഞ്ഞ പേരിലാണ് ആ ഈവനിങ് നടക്കുന്നത്. ഓഷോയെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടും ശരിയായ രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഓഷോ ചിന്തകൾ ഒക്കെ ഉള്ള അതിന് കൊടുക്കുന്ന പ്രചോദനങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ളത്. ഇനി സംസാരിക്കുന്നത് ധ്യാൻ ദർപ്പൺ തന്നെയാണ്. ധ്യാൻ ദർപ്പൺ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഒരുപാട് സർഗാത്മകമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും ഓഷോ ധ്യാനങ്ങൾ ധാരാളമായിട്ട് കേരളമെമ്പാടും അദ്ദേഹം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓഷോ പുസ്തകങ്ങൾ ധാരാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചിന്തകൾക്കും ഇപ്പോൾ അന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകത്തിന്റെയും അന്തർധാരയായിട്ട് നിൽക്കുന്നത്
ഓഷോ ചിന്തയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ധ്യാൻ ദർപ്പൺ രണ്ടു വാക്ക് സംസാരിക്കും. ഗുഡ് മോർണിംഗ്. ധ്യാൻ ദർപ്പൺ എന്നൊരു പേര് സത്യത്തിൽ ഒരു ജാമ്യം എടുക്കുന്ന പോലത്തെയാണ്. കാരണം വാട്ട് എവർ ഐ ആം ഗോയിങ് ടു ഷെയർ അതൊക്കെ എനിക്ക് മാത്രമല്ല, എൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ബിക്കോസ് എവറിത്തിങ് വാസ് ഗിഫ്റ്റഡ് ഫ്രം ഓഷോ. അപ്പോൾ അത് അടിക്കടി പറയേണ്ടതില്ല. അതിൻ്റെ ഭാഗമായിട്ട് വൺസ് ആൻഡ് ഫോർ ഓൾ സ്വീകരിച്ച ഒരു പേരാണ് ധ്യാൻ ദർപ്പൺ. ഈ ഫംഗ്ഷൻ, നടക്കാൻ പോകുന്ന ഫംഗ്ഷൻ പൊതുവെ നമ്മളുടെ പുസ്തക പ്രകാശന ചടങ്ങുകൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ബോറിംഗ് ഈവൻ്റ് ആയിട്ട് മാറും. ആളുകൾക്ക് താല്പര്യം അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവരുടെ വാട്സപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുക, മൊബൈലിൽ കളിക്കുക എന്നുള്ള സംഗതി മാത്രമാണ്. ഒട്ടും രസകരമല്ലാത്ത സംഭവം. നമ്മളത് കണക്കിലെടുത്തേ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി നോബഡി വാസ് കെയറിങ്. സോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പ്രസംഗത്തിന് കാര്യമായിട്ട് പ്രസക്തി ഇല്ല. അപ്പൊ പകരം മേക്കിംഗ് ഇറ്റ് ആൻ സെലിബ്രേറ്റീവ് മൊമെന്റ്, സെലിബ്രേറ്റീവ് ഇവന്റ് എന്നുള്ള രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ ഒരു അടയാളമായിട്ട് മാറണം. ഇറ്റ് മസ്റ്റ് ബി എ ലൈഫ് ഇവന്റ്. അപ്പൊ ഞാൻ കുറേശ്ശെ ബാൻസുരി ചെയ്യുന്ന ആളാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. കുറച്ച് വർഷങ്ങളായിട്ട് 10-25 വർഷങ്ങളായിട്ട് എൻ്റെ മറ്റു ഔദ്യോഗിക തിരക്കുകൾക്കിടയിലൂടെ സംഹൗ ദാറ്റ് പാഷൻ വാസ് പ്രിസർവ്ഡ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈവൻസ് മാത്രം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ക്യാമ്പുകളിലും പൂനെയിലും ഒക്കെയാണ് പ്രോഗ്രാംസ് അങ്ങനെ ചെയ്യാറുള്ളത്. ഇത്തവണ രക്തശ്രീ വളരെ അടുപ്പുള്ള ആർട്ടിസ്റ്റാണ് എൻ്റെ. അപ്പോൾ അവർ വരുന്നുണ്ട്. എൻ്റെ തന്നെ 2 സ്റ്റുഡൻസ് കൂടെ ചേരും. So it's not a pure classical musical event, but definitely it will be a meditative, soulful musical event. ഇതിൻ്റെ ഇടയിലൂടെ 2-3-4 മിനിറ്റൊക്കെ വന്നിട്ടുള്ള ഗസ്റ്റുകൾ പങ്കെടുക്കുന്ന ആർക്കും അവരുടെ താല്പര്യങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കാം. It will be just a moment of sharing. എല്ലാവരും വരുന്നത് വിശിഷ്ടാതിഥികളായിട്ടായിരിക്കും. എല്ലാവരും വരുന്നത് ഈ മ്യൂസിക്കൽ ഇവന്റ് ആസ്വദിക്കുന്നതിനായിരിക്കും. Making it more fruitful. So all are welcome to that soulful event. Thank you. ഈ പ്രസ് മീറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷ വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീജ രാമനാണ്. ഒരുപക്ഷെ നമ്മൾ അധികം അവരെ നേരിട്ട് കണ്ടിരിക്കാൻ ഇടയില്ല. അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിൽ അവരധികം വരാറില്ല. പക്ഷെ വളരെ ഊർജ്ജസ്വലമായി, വളരെ ചലനാത്മകമായിട്ട് തിരക്ക് പിടിച്ച സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജാരാമൻ. പരിഭാഷകളായിട്ടും കവിതയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ ഈ സെർച്ച് ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ഒരു തത്വചിന്താ ഗ്രന്ഥം അടക്കം എഴുതിയ വ്യക്തിയാണ് ശ്രീജാരാമൻ. ധ്യാൻ ദർപ്പണിൻ്റെ കേദാർനാഥിലെ കാക്കുകൾ എന്ന് പറഞ്ഞ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീജാരാമനാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം അഭിമാനം പകരുന്ന ഒരു വ്യക്തിയാണ് ശ്രീജാരാമൻ. ഒരു വാക്ക് ശ്രീജ സംസാരിക്കും. നമസ്കാരം. ബേസോറി പബ്ലിക്കേഷനെ കുറിച്ചും നമ്മുടെ പുസ്തകത്തെ കുറിച്ചൊക്കെ ഇവിടെ എല്ലാവരും സംസാരിച്ചു. എനിക്കിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്കോട് ഇരിക്കുന്നത് ചോദിക്കാനാണെന്നാണ് എൻ്റെ വിശ്വാസം. ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയാം. താങ്കൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചൊരു പുസ്തകം വേറൊരു വെർഷനിൽ പരിഭാഷപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിലോ മറ്റോ ചെയ്തിട്ടുണ്ട്. എന്താ ഇതാണ് പുസ്തകം. അതിൻ്റെ ഇപ്പോൾ 3rd എഡിഷൻ ആയിട്ടുണ്ട്. 3rd എഡിഷൻ കഴിയാറായി. 4th എഡിഷൻ പുസ്തകം എന്തോ അതെ ഫിലോസഫിക്കൽ കാഴ്ചപ്പാടിനാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ആഘോഷത്തിന്റെ ഒരു ഇതാണ്. അപ്പോൾ അത് ആഘോഷം എവിടെ നിന്നാണ് അതിന്റെ കോറ് വന്നിട്ട് അതിന്റെ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പുസ്തകം. തൃശ്ശൂർ പൂരം മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഫിലോസഫി, അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത്. ഇതിപ്പോൾ 4th എഡിഷൻ ആണ് ഇനി ചെയ്യണം. അപ്പോൾ അതിന്റെ കഴിഞ്ഞു തുടങ്ങി, കോപ്പീസ് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അത് 4th എഡിഷൻ ഇവരായിരിക്കും ചെയ്തത്. മീൻസ് ഓഫ് പബ്ലിക്കേഷൻസ്.
ഓഷോ ലവേഴ്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് പാൻ വേൾഡ്. അപ്പൊ ഇതില് പക്ഷെ ഇപ്പൊ ഫിസിക്കലി പ്രസൻസ് ആവുന്നവർ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവരാണ്, തൃശ്ശൂരിൽ നിന്ന് മാത്രമുള്ളവരല്ല. ഞങ്ങളുടെ ക്യാമ്പുകൾ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് എല്ലാ വർഷവും 1-2 വർഷം ക്യാമ്പുകൾ ഓൾ ഓവർ ദ കേരള കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. സോ ഇൻ ദ ക്യാമ്പ്സ് so many people are coming from Delhi, from Karnataka, from Maharashtra. Even at least 2-3 foreigners will be there always for our camps. We are connected with Osho Community International. അവിടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സോ ഓട്ടോമാറ്റിക്കലി വി ഗെറ്റ് സോ മെനി ഫോറിൻ ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ എത്ര പേര് ഇത് ഞങ്ങളിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റേഷൻ ആർക്കില്ല, ഇറ്റ് ഇസ് ജസ്റ്റ് ടെക്നോളജി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വരും. അപ്പൊ മുൻകൂട്ടി എത്ര പേര് അങ്ങനെ നമുക്ക് അറിയില്ല. പോകണം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ പറവട്ടാണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അഞ്ചനം എന്ന് പറയുന്ന ഒരു നാലുകെട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അതിന്റെ. അല്പം ബുദ്ധിമുട്ടാണ്. അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ ദ ബിഗിനിങ് വി ഹാവ് വിഷ്വലൈസ്ഡ് ടീ സെറിമണി ആസ് എ ഇൻവോക്കേഷൻ ടു ദ സൈലൻസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു സെറിമോണിയസ് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കും. ദർ വോണ്ട് ബി എനി പർട്ടിക്കുലർ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു ചിട്ടയായിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, സമയം പുതിയ ഏർപ്പാടുകൾ, നമ്മുടെ സ്വന്തം പേര് ഒരു സ്ഥാപനത്തിന്റെ പേര് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. വി ആർ ഓൾ വെൽക്കമിങ് ഈച്ച് അതർ ഫോർ ദിസ്. അല്ല ഫോർച്ചുനേറ്റ്ലി സാർ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഈശൻ വർഷമല്ലോ ഡൽഹിയിലാണ് സ്ഥലം. അല്ല അദ്ദേഹം അത് ബേസിക്കലി ഹീസ് ആൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. പക്ഷെ ഒരു ഫാഷന്റെ പുറത്ത് ഭരണങ്ങാനത്ത് നിന്നുള്ള ഒരു മാനം അതേപടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിന്റെ വോളൊക്കെ ഇത്രയും കട്ടിയുള്ള മരത്തിന്റെ വോളാണ്, അതേപടി ഷിഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹീസ് വെരി പാഷനേറ്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഒന്നുമില്ല, ഇതിങ്ങനെ ഇവന്റ്സിന് മാത്രം. സിനിമ ഷൂട്ടിംഗ് ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇവന്റ്സിന് കുറെ, ഞങ്ങളുടെ തന്നെ 2-3 ക്യാമ്പുകൾ, വലിയ ക്യാമ്പുകൾ അവിടെ. പിന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ AC ഹാളല്ല എന്നൊരു ന്യൂനത. കാരണം ഞങ്ങൾ ഓഷോ ലവേഴ്സിന്റെ ക്യാമ്പുകളിൽ ഡാൻസും സെലിബ്രേഷനും ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഞങ്ങളത് എടുക്കാം. അതർവൈസ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. അപ്പൊ ഈ ഒരു ഇവന്റിന് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. അങ്ങനെ അപ്രോച്ച് ചെയ്തതാണ്. ഒരു 1-2 മണിക്കൂർ നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ വിങ്സ് ഓഫ് വേൾസിന്റെ ശരിക്കും ഒരു നട്ടല്ലെന്ന് പറയാവുന്നത് ഞങ്ങളുടെ കൂടെയൊക്കെ ഉള്ള സുനിലാണ്. സുനിൽ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെയുണ്ട് പല ഫ്രണ്ട്സ് അപ്പൊ പക്ഷെ മെയിൻലി ഇറ്റ്സ് ഫൈനാൻസ്ഡ് ബൈ ധീരജ്. അദ്ദേഹമാണ്. കാരണം ഇത് പുസ്തകങ്ങൾ ഇതിന്റെ ഒരു വിൽപ്പന, മാർക്കറ്റിംഗ്, അതിന്റെ ക്വാണ്ടിറ്റി ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. നമ്മള് ഒരു കോസ്റ്റ് പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഓഷോ ലവ് അഫെയറിന്റെ താല്പര്യം കൊണ്ട് ധീരജ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് ഇനിഷ്യേറ്റീവ്. That's how this being so good is running. സുനിൽ 2 വാക്ക് പറയാം. വിങ്സ് ഓഫ് വേൾസിന്റെ 4ാമത്തെ പബ്ലിക്കേഷനാണ് സാക്ഷിപടം എന്ന് പറയുന്ന ഈ പേരിൽ ഇറക്കിയിട്ടുള്ളത്. സാധാരണ പുസ്തകങ്ങൾക്കപ്പുറത്ത് അതിന്റെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇതിനൊക്കെ ധ്യാനാത്മകമായ രീതിയിൽ എങ്ങനെ നമുക്ക് നേരിടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം എന്ന് വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ പങ്കെടുക്കാം. താങ്ക് യു. ധീരജ് പൊട്ടിലായി. POTTIRAYIL.